27-ാം എല്ലാവർക്കും അറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എമ്പുരാൻ്റെ റിലീസ് ഡേ ആണ്. അപ്പം ഞാൻ പോകുന്നത് ഇത്ര നേരത്തെ എണീറ്റത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഫാൻ ഷോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പം ഇത്രയും കാലം കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഫാൻ ഷോ കാണുന്നുള്ളത്. അപ്പോൾ ഏത് മൂവിക്ക് എന്നുള്ളത് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന് കാത്തിരുന്ന ലാസ്റ്റ് എല്ലാം കൊണ്ടും റെഡിയായി വന്നത് എമ്പുരാനാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു മൂവി കണ്ടല്ലേ എൻ്റെ ഒരു ഇതറിയുള്ളൂ. അപ്പം അങ്ങനെ ഫാൻ ഷോ ടിക്കറ്റ്സൊക്കെ കിട്ടി. ആക്ച്വലി ഒരു ലാസ്റ്റ് മിനിറ്റ് കിട്ടലാണിത്. ഞാൻ ആക്ച്വലി ഇത് പ്ലാനിലില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ബാക്കൗട്ട് ചെയ്യായിരുന്നു. ഞാനതിലേക്ക് ആ ടിക്കറ്റ് സ്ലോട്ടിലേക്ക് ഞാൻ കയറുന്നതും ഇന്നലെ രാത്രിയാണ്. അപ്പം ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫാൻ ഷോ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ പോകുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വന്നിട്ട് എമ്പുരാൻ്റെ റിലീസ് ഡേ ഫാൻ ഷോ വിശേഷങ്ങളാണ്. അപ്പം വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. പെട്ടെന്ന് റെഡിയായിട്ട് നമുക്ക് ഇറങ്ങാം. കാരണം അധികം സമയമില്ല, 6 മണിക്കാണ് ഷോ. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തിയേറ്റർ സീൻസ് കാണിക്കുക, അങ്ങനത്തെ റിവ്യൂ പറയുക, അങ്ങനത്തെ ഒന്നുമല്ല. ഇത് ഞാൻ അവിടെ പോയി ഒരു ഫാൻ ഷോയിൽ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് അതിൻ്റെ ഒരു ഗ്ലിംസ് മാത്രമാണ്. മൊത്തം ഫാൻസും ബ്ലാക്ക് ഇട്ടിട്ടായിരുന്നു ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ആഘോഷങ്ങളെല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പടം കഴിഞ്ഞ് പുറത്തിറങ്ങി മൊത്തം മീഡിയ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വൻ ആഘോഷമായിരുന്നു. എല്ലാവരും പാട്ടും ഡാൻസും കൊട്ടും ബഹളും എല്ലാം ഉണ്ടായിരുന്നു. ഫാൻ ഷോ കാണുന്നത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം എനിക്ക് ഈ ഒരു ഇതിന് എമ്പുരാൻ്റെ ഫാൻ ഷോ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവൽ, കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു മൂവി കാണുമ്പോൾ ആ ഒരു കയ്യടിയും ബഹളവും ഒക്കെ ഉണ്ടാകുമ്പം ആ മൂവീൻ്റെ ഒരു റേഞ്ച് ഒന്നും കൂടെ കൂട്ടുമെന്ന് എനിക്ക് തോന്നി. അതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു റിവ്യൂ പറയാനോ അല്ലെങ്കിൽ മൂവി സീൻസ് കാണിച്ച് ഒരു ഇതാക്കാനോ വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ല ഇത്. എനിക്ക് വേണ്ടി, അതായത് ഞാനിങ്ങനെ ഒരു ഷോ കണ്ടു, ഒരു ഫാൻ ഷോ ആദ്യമായിട്ട് പോവാണ്. അപ്പം എനിക്കത് ഡോക്യുമെൻ്റ് ചെയ്യണം തോന്നി. ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ഇതിൽ ഒരു സീൻസും മൂവി സീൻസും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് അവിടെ ഉണ്ടായ ഒരു സീൻ അവിടെ കാണുമ്പം നമ്മളെ ഓഡിയൻസിൻ്റെ ഇടയിലുണ്ടായ ഒരു എന്താ പറയുക, ഒരു എനർജി കാണിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ക്ലിപ്പ് ആഡ് ചെയ്തതെന്നല്ലാണ്ട് വേറെ ഒരു മൂവി സീൻസും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് പറ്റുകയാണെങ്കിൽ, എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവരും ഫാൻ ഷോ കണ്ടിട്ടുണ്ടാവും. ഞാനായിരിക്കും ലാസ്റ്റായിട്ട് പോകുന്നതിൽ ഒരാൾ. അപ്പം ഇനി കാണാത്തവരുണ്ടെങ്കിൽ വല്ലപ്പോഴും ഏതെങ്കിലും ഇതുപോലത്തെ ഇപ്പം L3 വരുന്നുണ്ട്, ദേ ഹാവ് അനൗൺസ് ദാറ്റ് ഓൾസോ. അപ്പം അതിനൊരു ഫാൻ ഷോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെയോ മമ്മൂക്കയുടെയോ ഏതെങ്കിലും അടിപൊളി ഒരു പടത്തിൻ്റെ ഒരു ഫാൻ ഷോ കാണാൻ പറ്റുകയാണെങ്കിൽ പോയി കാണാം. ഇറ്റ്സ് എന്താ പറയുക, വേറെ വൈബ് അവിടെ. ആൻഡ് ദാറ്റ് വാസ് ഇറ്റ്. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ,
എല്ലാവരും പറയുന്ന പോലെ തന്നെ ഡു സബ്സ്ക്രൈബ്. ആക്ച്വലി ഓരോ സബ്സ്ക്രിപ്ഷനും it's very important for a beginner like me. And yeah, that's it. And നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.